സണ്ണി ജോസഫ് സാർ ഒന്ന് വിളിച്ചു നോക്കി അവരോടുള്ള കാര്യം പറ. ഒരു കാര്യം പറയാം, എനിക്ക് ഈ വിളിച്ചുവിളി ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെയാണ്, പക്ഷെ രാഷ്ട്രീയത്തിനകത്തെ തരികിട പണികളൊന്നും ഞാൻ യോജിക്കില്ല. കൂടെയുള്ളവനായാലും പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണം, നിജവും നിശ്ചയം വേണം. ഒരാളൊരു പരാതി പറഞ്ഞാൽ അത് കേൾക്കണം. നമ്മുടെ ഒരു പഴയ നിഷ്ഠയാണ്. അതില്ലാന്ന് ബോധ്യമാണെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ പറഞ്ഞു വരുന്നത്? നമ്മൾ ഭക്ഷണം അന്ന് സാറും പ്രവർത്തക സമിതി ഉണ്ടായിരുന്നല്ലേ? അല്ലേ, ഈ സമിതിയിലുണ്ടായിരുന്ന ആണല്ലോ. സമിതിക്കകത്തൊക്കെ വേറെ ആരും ഈ ഫോൺ വിളിച്ചാലും എടുക്കില്ല. നമ്മളെന്തോ തെറ്റി. അത് പറ്റില്ല എന്ന് പറയുന്നതോട് ഞാൻ യോജിക്കുന്നുമില്ല. എന്തെങ്കിലും വീഴ്ച വന്നാൽ ഇവരെ വിളിച്ച ശാന്തമായിട്ട് പ്രശ്നം തീർക്കണ്ടായി. ഇതിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ തുക അവിടെ തന്നെ പോയി. തുകയുടെ ഇതിനെ പറഞ്ഞ് അവിടുന്ന് പോയി ശാന്തമായി ഞാൻ തുക എത്രയാണെന്ന് തീരുമാനിച്ച് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ആ തീരുമാനിച്ച തുക അത് പറഞ്ഞിട്ട് വാക്കും പറഞ്ഞ് ചിരിച്ചിട്ട് പോയവർക്ക് അതിനൊരു ബാധ്യതയില്ല. ഞാൻ ഈ തരികിട പണിക്കൊന്നും ഞാൻ പോകില്ല. എൻ്റെ പണി രാഷ്ട്രീയമൊക്കെ ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയം ഇതുമാതിരി നാട്ടുകാരുടെ കണ്ണീര് കാണുന്ന രാഷ്ട്രീയം നമ്മൾ ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നത്. അത് തന്നെയല്ല, ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർ, ഈ ഒരു അവസ്ഥ 2 ജീവൻ പോയി, അവരോട് തന്നെ ഈ MLA-ക്ക് വേണ്ടി, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന MLA-ക്ക് വേണ്ടി വാദിച്ച് തട്ടിക്കയറുക എന്നുള്ള പറഞ്ഞ് എങ്ങനെ ശരിയാകും? അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിയിൽ പോകും. ഇവരെടുക്കുന്ന നിലപാടിനോട് ഒരു യോജിപ്പും ഇല്ലാത്ത ആളാണ്. ഇവരെല്ലാം കൂടെ കൂടി കുഴിക്കൊന്നു എന്നുള്ള നിലവിൽ സെറ്റിൽമെന്റ് കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റില്ല. അതായത് ചതിക്കാൻ വേണ്ടി എന്നെ പോലെ ഒരാളിനെ അത് ഉപയോഗിക്കേണ്ടത്. എല്ലാവരും കൂടെ പറഞ്ഞു. എന്നോട് വളരെ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിച്ചു. ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്നു, ഞാൻ കണ്ടു. നിങ്ങൾ പറയുന്നത് 100% കറക്റ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ മെൻ്റൽ കൺവിക്ഷനാണ്. അപ്പം പിന്നെ പോയിട്ട് അത് തീർക്കാമെന്ന് എന്നോട് സിദ്ദിഖ് പറയുന്നു. എന്നോട് AP അനിൽകുമാറും ഞാൻ കൂടെ നിർബന്ധിച്ചിട്ടാണ് 2-3 പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. വന്നിട്ടുണ്ട്. ഇല്ല, അനിൽകുമാർ വന്നിട്ടില്ല. അനിൽകുമാർ ഒറ്റ പ്രാവശ്യമാണ് മറ്റേ MLA വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞത്. ഇവിടെ കൽപ്പറ്റ MLA കൽപ്പറ്റ MLA വീട്ടിൽ നിന്ന് പ്രാവശ്യം കണ്ടു. പിന്നെ 2ാമത്തെ പ്രാവശ്യം DCCയുടെ പ്രശ്നം വന്നല്ലോ. അതിന് ഞാൻ പോയിട്ട് വന്ന് സംസാരിച്ച സമയത്ത് എന്നെ ചീത്ത പറയുന്ന പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചത് സമൂഹത്തിന്റെ അടിത്തട്ടിന്ന് വന്നവനാണ് IC, അവനെ ത്രട്ടൺ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. അപ്പോഴും അങ്ങനെ സംസാരിച്ച എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആണ് ഞാൻ ലാസ്റ്റ് മീഡിയയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിനെ ഞങ്ങൾ കാണാൻ സമ്മതിക്കാത്ത സമയത്ത് വിട്ടിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ അയാളെ പേര് പറഞ്ഞത്. IC ബാലകൃഷ്ണൻ എന്നുള്ള പേര് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അത്രയും സംസാരിച്ചിട്ട് അന്ന് ഇയാൾ വിളിച്ച് കൽപ്പറ്റ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അവിടുന്ന് സംസാരിച്ച സമയത്ത് പറഞ്ഞത് സമൂഹത്തിന്റെ അടിത്തട്ടിന്ന് വന്നതാണ് IC ബാലകൃഷ്ണൻ, അവനെ ത്രട്ടൺ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇങ്ങനെ സംസാരിക്കുന്ന വെച്ചാൽ ഞങ്ങൾ അച്ഛനും അനിയനും മരിച്ചിട്ട് ഞങ്ങളിങ്ങനെ പടുകുഴിയിൽ വീഴ്ത്തിയിട്ട്. ഞാൻ ഈ കോൺഗ്രസിന് പൈസ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ ഈ അധ്വാനിക്കുന്ന പൈസ ഈ കോൺഗ്രസ്സുകാർ തിന്നതിന് പലിശ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതെന്താണ് ഇവർ കാണിക്കുന്നത്? ഇതൊരു മര്യാദയില്ലേ? എന്നിട്ട് അവർ എഗ്രിമെന്റ് എഴുതിയ സാധനം അവർ നമ്മളറിയാതെ കക്കു തന്നെയത്. ഒന്ന് വിളിച്ച് KPCC അവർ കൊണ്ടുപോയിട്ട് അവർ പഠിച്ചോട്ടെ. അത് കീറി മുറിച്ച് പഠിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ട്, അവർ പഠിക്കട്ടെ.